ഇതെന്നാട്ടോ മയിലാട്ടോ പത്രിക പുലിയാട്ടോ പത്രിക ഇതെന്നാട്ടോ ഇത് മാർഗം കളി. ഒരു മാർഗമില്ലാണ്ടാവുമ്പോ ഒരു കളി കളിക്കൂലേ മാർഗം കളി. പല പെൺകുട്ടികളും വീട്ടിൽ പൈസ ചോദിക്കാറില്ല. കാരണം എന്തെന്നറിയോ? അവർ പൈസ മറ്റു തരത്തിലും ഏൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയെന്ന് പറയട്ടെ, അതായത് ഇവര് ഓൺലൈനിൽ കൂടെ അവരുടെ ശരീര പ്രദർശനം നടത്തിയാണ് പൈസ ഉണ്ടാക്കുന്നത്. ഈ പെൺകുട്ടികൾ മുഖത്ത് കംപ്ലീറ്റ് ഒരു കറുത്ത മാസ്ക് അല്ലെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസും മാസ്കും വെക്കും, അല്ലെങ്കിൽ മുഖം മൊത്തവും കണ്ണ് മാത്രം കാണത്തക്ക രീതിയിൽ ഒരാവരണം അങ്ങിടും. ബാക്കി ശരീരഭാഗം കംപ്ലീറ്റ് ന്യൂഡാണ്. എന്നിട്ട് ഓൺലൈനിൽ വന്നിട്ട് മാസ്റ്റർബേഷൻ നടത്തുക. 10 മിനിറ്റ്സിന് 500 റുപ്പീസ് ഓൺവേർഡ്സ്. പിന്നെ അവരുടെ ആ ബോഡിയുടെ ഫിഗർ എങ്ങനെ ഇരിക്കുമോ, അവർ എത്ര നല്ല രീതിയിലാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ അനുസരിച്ചാണ് അവരുടെ റേറ്റ് കൂടുന്നത്. അപ്പം ഇതിന്റെ ഒരു കുറച്ചൊരു കാലം അങ്ങോട്ട് കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഒന്നും കാണത്തില്ല. പൈസ കൊണ്ട് നമുക്ക് എല്ലാം നേടാൻ കഴിയില്ലല്ലോ. ഒരു 25 വയസ്സ് അല്ലെ 30 വയസ്സാകുമ്പോഴത്തേക്ക് ഷുവർലി ഇവരെല്ലാം സൂയിസൈഡിലേക്ക് പോകും. ലൈംഗികത എന്നത് മാത്രമല്ലല്ലോ നമ്മുടെ ജീവിതം. അതിന്റെ പിന്നിൽ ഒരുപാട് തത്വങ്ങളുണ്ട്. മനുഷ്യനെ മനസ്സിലാക്കുക എന്നുള്ളൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു തലമുറയെ തന്നെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയുടെ ഇപ്പോഴത്തെ ഒരു പോക്ക്. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഒരു വീഡിയോ, ഒരു ഡോക്ടർ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആ ഒരു ഡോക്ടർ പറയുന്നത്. നമ്മൾ ആദ്യം കണ്ട ആ ഒരു വീഡിയോ ആരുടെയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോഷ്യൽ മീഡിയ വൈറൽ താരം തുമ്പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടേതാണ്. ഏകദേശം ഒരു 23-24 വയസ്സേ അവൾക്ക് കാണത്തുള്ളൂ. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആ ഒരു പെൺകുട്ടി സമ്പാദിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് അവർ സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുന്നതും ഇത്രത്തോളം പണം ഉണ്ടാക്കുന്നതും എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഇതിനു മുന്നേയും ഇവരുടെ വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് അവർ പണം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെയാണ് അവരുടെ വരുമാനം. കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല. ആകെ ഉള്ളൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മോഡേൺ ഡ്രസ്സ് വേണം. പിന്നെ എന്താ പറയുക, ഒരു റൂം അടച്ചിട്ടിരുന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ എടുത്ത് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലേക്ക് ഇടുക. നല്ല വരുമാനമല്ലേ? അങ്ങനെ വരുമാനം കിട്ടി. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണെന്നറിയില്ല. ഇവർക്കൊന്നും പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല. പക്ഷേ ഇതുപോലെ കാണിച്ച് ഇവരൊക്കെയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ, സെലിബ്രിറ്റീസ്, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഇവർ ഏത് രീതിയിലാണ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. ഇവർ ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്യണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇവളെയൊക്കെ നേരിട്ട് കണ്ടാൽ ഉണ്ടല്ലോ, ചാണാമുക്കിയ ചൂലിന് നമ്മൾ അടിക്കേണ്ടി വരും. കാരണം അമ്മാതിരി പ്രവർത്തികളും പരിപാടികളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇവർക്ക് പണം വേണം. ഇവരുടെ നേട്ടങ്ങൾ മാത്രമാണ് ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് നാണവോ മാനവോ ഒന്നും തന്നെ ഇല്ലാതെ അവർ കാണിക്കാൻ റെഡിയാണ്. ഒരു പെൺകുട്ടിയല്ലേ, ഇതിനൊക്കെ വീട്ടിൽ ചോദിക്കാനും പറയാനും അച്ഛനോ അമ്മയോ അല്ലെ ആങ്ങളമാരോ ഇല്ലേ ഒന്ന് ചിന്തിച്ച് പോവുകയാണ്. ഒന്നുമില്ലെങ്കിൽ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഇത് കാണുന്നുണ്ടാവില്ലേ? അവർക്കൊക്കെ എങ്ങനെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു? പണം കിട്ടിക്കഴിഞ്ഞാൽ നാണോ മാനോ ഒക്കെ എന്താ, അതിനൊന്നും ഒരു വിലയും ഇല്ലേ? നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞും റിയാക്ട് ചെയ്തുമൊക്കെ മടുത്തു. കാരണം ഓരോ ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പല രീതിയിലുള്ള പേക്കൂത്തുകളാണ്. ഓരോ ദിവസവും ദിനം പ്രതി ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പെൺകുട്ടികളും ഈ ഒരു മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെയുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതുപോലുള്ള അവളുമാരുടെ പ്രവൃത്തികൾ തന്നെയാണ്. പെൺകുട്ടികളെ വരെ ഇതിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇവളുമാരെ പോലുള്ളവരാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം. ഇതിന് എത്രയും പെട്ടെന്നൊരു നടപടി ഉണ്ടാകണം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അല്ലാന്നുണ്ടെങ്കിൽ വലിയ വലിയ ദുരന്തങ്ങളുണ്ടാവും. ഇന്നിപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ പോലും ഇടാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം നല്ലൊരു വീഡിയോസോ കാര്യങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ അത് കുറേ അവന്മാരെടുത്തോണ്ട് പോയിട്ട് അത് മോർഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ AI വീഡിയോ വെച്ച് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ പല സൈറ്റുകളിലിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല രീതിയിൽ പോലും ഒരു വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഇമാതിരിയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലെ നല്ല പെൺകുട്ടികളുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് പോൺ സൈറ്റിൽ ഇടുക, അല്ലെങ്കിൽ ടെലഗ്രാമിലൊക്കെ ഇട്ട് വിൽക്കുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ ന്യൂസ് ചാനലിലൊക്കെ വലിയ വാർത്തകൾ തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരുത്തൻ കൊച്ചു പെൺകുട്ടികളുടെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ട് ഇതുപോലെ പല സൈറ്റുകളിലും ഇട്ട് വിൽക്കുകയാണ്. ഇതൊക്കെ മോർഫ് ചെയ്യുന്നു, AI വെച്ചിട്ട് പല പല വൃത്തികെട്ട വീഡിയോകളായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നല്ലൊരു വീഡിയോ അല്ലെ നല്ലൊരു റീലാണെങ്കിൽ പോലും നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ വിശ്വസിച്ചിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഏതവന്മാരാണ് നമ്മുടെ ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ കാണിക്കുന്ന അവളുമാർക്കാണെങ്കിൽ ഒരു നാണോ ഉളുപ്പോ ഒന്നും തന്നെ ഇല്ല.
അവളുമാരൊക്കെ എന്തും കാണിക്കാൻ റെഡിയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിക്ക് ഒരു നിയന്ത്രണം വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ കൂടുതലും ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു 10K ഫോളോവേഴ്സ് ഉള്ളവർക്ക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം. അങ്ങനെ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഓരോ പെൺകുട്ടികളും ഇപ്പോൾ എന്തൊക്കെ തരം വീഡിയോസും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കണേന്നറിയാവോ? ഒരു 10K ഫോളോവേഴ്സ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇൻസ്റ്റഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങാം. സബ്സ്ക്രിപ്ഷനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നല്ല പൈസയല്ലേ, ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ നടിമാരും ഓരോ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഈ പറഞ്ഞ തുമ്പി, അവക്കൊക്കെ ലക്ഷങ്ങളാണ് വരുമാനം. പിന്നെ ഇതിൽ മുൻപന്തിയിൽ നിന്നിരുന്നത് നമ്മുടെ ഒരു താരം ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു പേജ് പൂട്ടിപ്പോയി, റിപ്പോർട്ട് അടിച്ചത് അത് പോയി. പക്ഷെ അവർ രണ്ടാമത് വേറെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പർപ്പിൾ എന്ന് പറയുന്ന ഒരുത്തി ഉണ്ടായിരുന്നു, അശ്വിനി എന്നാണ് അവളുടെ പേര്. ഇൻസ്റ്റഗ്രാമിൽ കൂടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യയിൽ തന്നെ നല്ല വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത് അവർക്കാണ്. 45 ലക്ഷം രൂപയായിരുന്നു അവരുടെ ഒരു മാസത്തെ സബ്സ്ക്രിപ്ഷൻ വരുമാനം. അവസാനം എന്തൊക്കെയോ ആരൊക്കെയോ റിപ്പോർട്ട് അടിച്ച് ആ ഒരു പേജ് അങ്ങ് പൂട്ടിപ്പോയി. അവസാനം അവൾ രണ്ടാമത് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ പെൺകുട്ടികളും ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ഇൻഫ്ലുവൻസ് ആവുകയാണ്. കാരണം എന്താ, കുറേ പഠിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ഇപ്പോൾ പഠിച്ചവർക്ക് പോലും ജോലി കിട്ടാത്തൊരു അവസരമാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പൈസയല്ലേ. ഇതിൻ്റെയൊന്നും ദോഷവശങ്ങൾ ആർക്കും തന്നെ അറിയത്തില്ല. ഇങ്ങനെയൊക്കെ കാണിച്ച് പണം ഉണ്ടാക്കുന്നവൾമാർക്ക് എന്താ പറയുക, നാണോ മാനോ ഉളുപ്പോ ഒന്നും തന്നെ ഇല്ല. കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവനവൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെയാണ് കുറേ അവളുമാർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിലൊക്കെ സങ്കടം, ഇതൊക്കെ കണ്ട് കൗമാരപ്രായക്കാരായിട്ടുള്ള പെൺകുട്ടികളൊക്കെ ഇതിലേക്ക് വന്ന് ചാടുന്നുണ്ട്. അതൊക്കെ അവസാനം വലിയ വലിയ അബദ്ധങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആവും. ഒരുപാട് പിന്നെ നമ്മൾ കേൾക്കേണ്ടി വരും, അവിടെ മരിച്ചു ഇവിടെ മരിച്ചു എന്നൊക്കെ കേൾക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള നഗ്നതാ പ്രദർശനത്തിനെതിരെ കർശനമായിട്ടുള്ളൊരു നടപടി വരണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ ഇതിനെതിരെ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു മാറ്റം വരുന്നില്ല. ഈ കഴിഞ്ഞിടെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു, ഇതിനെതിരെയൊക്കെ മാറ്റം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ന്യൂസൊക്കെ വരുന്നതല്ലാതെ ഇതിലൊന്നും ഇതുവരെ ഒരു രീതിയിലുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇതിലൊരു നടപടി ഉണ്ടാകുന്നത് വരെ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?